അക്ഷയ്, നമ്മൾ ഇനി നേരെ പോകുന്നത് അർജന്റീനയുടെ ഇന്നത്തെ 11 എന്തായിരുന്നു. അക്ഷയ് പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ബെഞ്ച് സ്ട്രെങ്ത് എന്താണെന്ന് പരീക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു അർജന്റീനയുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എന്താണ് അർജന്റീന ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ നമുക്ക് അർജന്റീനയുടെ ഒരു പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾക്കൊന്ന് നോക്കേണ്ടത്. അർജന്റീന മാറ്റങ്ങൾ എന്തൊക്കെ വരുത്തും, അല്ലെങ്കിൽ ചില മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ചില സൂചനകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അർജന്റീനയുടെ പ്ലേയിങ് 11 കൂടി നോക്കാം. അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഗോൾമുഖത്ത് മാറ്റമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതല്ലാണ്ട് വേറെ ചോയ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതായിരിക്കും അവരുടെ ഗോൾമുഖത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എമിലിയാനോ മാർട്ടിനസ് ആണ് ഉണ്ടാവുക. ഈ അർജന്റീന ഒരു സമീപകാലത്ത് ഇത്രയേറെ പേടിയില്ലാതെ കളിക്കാൻ തുടങ്ങിയത് ഇതായിരുന്നു. നേരത്തെ നമുക്ക് റൊമേറോ വന്ന് മാറിയ ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ട്. സ്ഥിരതയില്ലാത്ത പ്രകടനം നടത്തുന്ന ഗോൾ കീപ്പർമാരൊക്കെ നമ്മളെ സത്യത്തിൽ ചതിച്ചു എന്ന് പറയേണ്ടി 2018 ലോകകപ്പിലെ ഫ്രാൻസിനോടുള്ള മത്സരമൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ക്രൊയേഷ്യ ആ കളിയൊക്കെ ആ ഒരു പൊസിഷനിലേക്കാണ് മാർട്ടിനസ് പകരക്കാരനായിട്ട് വരുന്നതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ആ കോട്ട അങ്ങ് ഉറപ്പിക്കുമ്പോഴും അത് തന്നെ തുടരുന്നു. അതിൽ തന്നെ എമിലിയാനോ മാർട്ടിനസ് ഗോൾ, പ്രത്യേകിച്ച് പെനാൽറ്റിയൊക്കെ വന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമല്ല. ലോകകപ്പ് ഫൈനലിൽ പോലെ ഒരു മത്സരത്തിൽ അങ്ങനെ ഒരു പെനാൽറ്റി തടുക്കുക, അതിനുശേഷം നിന്ന് ഡാൻസ് ചെയ്യുക, അതൊക്കെ ഒരു പക്ഷേ കഴിഞ്ഞ ലോകകപ്പ് നേട്ടത്തിൽ മെസ്സിയേക്കാൾ കൂടുതലോ അർജന്റീന ആരാധകർ കടപ്പെട്ടിരിക്കുന്നത് ഈ മനുഷ്യനോടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി നമ്മൾ നേരെ പ്രതിരോധ നിരയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക, അവിടെ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച്. അത് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഡിഫൻസ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു വലിയ പരീക്ഷണമായിരുന്നു നടത്തിയത്. അപ്പോൾ വലിയ മാറ്റങ്ങളോടുകൂടി തന്നെ വരുന്നത്. മൊളീന തിരിച്ചെത്തുന്നു റൈറ്റ് ബാക്കിൽ. ഒപ്പം തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സെന്റർ ബാക്സ് അവരും തിരിച്ചു വരുന്നു. കുട്ടി റൊമേറോയ്ക്ക് പരിക്കുണ്ടായിരുന്നു. അത് പക്ഷേ മാറി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ റൊമേറോ വരുന്നത് ടീമിന്റെ കരുത്ത് കൂട്ടും. ഈ ലോകത്ത് അല്ലെങ്കിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച രണ്ട് സെന്റർ ബാക്സിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന രണ്ട്. കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരെ മത്സരത്തിൽ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ആ ഓസ്ട്രേലിയയുടെ അറ്റാക്കിനെ ഒറ്റയ്ക്ക് അദ്ദേഹം തടുത്തു നിർത്തി. മറുവശത്തും അപ്പുറത്ത് മെഡീന കൂടിയുണ്ട്. മെസ്സിയുടെ ഒരു അസിസ്റ്റ് കൂടി അദ്ദേഹം ഒന്ന് നൽകുക. അപ്പം ബാക്ക് സ്ട്രോങ് ആണ്. പക്ഷേ ഇതുവരെ കാര്യമായിട്ടൊരു പരീക്ഷണം അർജന്റീനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ. അതിൽ പോലും അത്ര ഇല്ലാന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ അവിടെ മെഡീനയാണ്. പക്ഷെ ആ പൊസിഷനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കളിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ നമ്മൾ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അതായത് TYC അടക്കമുള്ള അർജന്റീനയിലെ പ്രധാനപ്പെട്ട മാധ്യമമാണ് TYC. അവരടക്കം പ്രവചിക്കുന്നത് ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതാണ് അർജന്റീനയുടെ മിഡ്ഫീൽഡ്. അവർ കഴിഞ്ഞ അവരുടെ വിശ്വസ്തരായ മിഡ്ഫീൽഡേഴ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നു. റോഡ്രിഗോ ഡിപോൾ, അലക്സിസ് മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്. അവർ കഴിഞ്ഞ ഡിപ്പോളുമായിട്ടുള്ള മെസ്സിയുടെ കെമിസ്ട്രി എടുത്തു. ഗ്രൗണ്ടിൽ മെസ്സിയുടെ ഒരു ബോഡി ഗാർഡിനെ പോലെയാണ്. ആ ഫസ്റ്റ് കളിയിൽ ഒരു പാസ്, മെസ്സിയും ഡിപ്പോൾ തമ്മിലൊരു കണക്ഷൻ, അവര് കറക്റ്റ് ഒരു ടെലിപ്പതിയൊക്കെ പറയില്ലേ, ആ ടൈപ്പ് ഒരു പാസ് ആയിരുന്നത്. അവിടെ ഡിപ്പോളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പന്ത് എത്തിച്ചാൽ മതി എന്നത് മാത്രമാണ് ആ ഒരു ഉദ്ദേശം. അതായത് അവിടെ മെസ്സി ഉണ്ടോ അവിടെ കാലെത്തിക്കുക, അവിടെ ഗോൾ വന്നിരിക്കും. വേറെ ഒന്നും അവിടെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഡിപ്പോളിന് തലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ആ തലച്ചോറിനുള്ളിൽ വന്ന കാര്യം അതങ്ങ് ഒരു വരച്ച പോലെ ഒരു നല്ലൊരു പാസ്. ആ ഗോളിനോടൊപ്പം അല്ലെങ്കിൽ ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു ഇതായിരുന്നു. ഇനി മുന്നേറ്റ നിരയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അതാണ് നമ്മുടെ ഇത്തവണ ഗോളടിക്കാൻ മെസ്സി മാത്രമേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ്. മെസ്സി തന്നെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണുന്നത്. മെസ്സിയുണ്ട്, ലൗട്ടാറോ മാർട്ടിനസും തിയാഗോ അൽമാഡയുമായിരിക്കുന്നത്. ഈ ഫോർമേഷനിൽ ഇതിപ്പോൾ 4-3-3 ഫോർമേഷനാണ്. ഇത് ചിലപ്പോൾ 4-4-2 എന്ന ഫോർമേഷനിലേക്ക്, അതായത് തിയാഗോ അൽമാഡ പുറകിലേക്ക് ഇറങ്ങി കളിച്ച് അവിടെ 4-4-2 എന്ന പൊസിഷനിലേക്ക് രണ്ട് ഫോർവേഡ്സിലേക്ക് വരാൻ മാർട്ടിനസിന് പകരം അൽവാരസ് അവിടെ കളിക്കാനുള്ള സാധ്യതയാണ്. അങ്ങനെയുണ്ട്. അതായത് കഴിഞ്ഞ ലോകകപ്പിലൊക്കെ പ്രധാനപ്പെട്ട താരം അൽവാരസ് ആയിരുന്നു. പക്ഷേ ഫോം ഔട്ട് ആയ സമയത്ത് അൽവാരസ് വരുന്നു. പിന്നെ സ്ഥിരം ഫസ്റ്റ് അദ്ദേഹത്തിന് പരിക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പ്രിക്കോഷൻ എന്ന തരത്തിലാണ് ഇത്തവണ ലൗട്ടാറോ മാർട്ടിനസിനെ ഇറക്കുന്നത്. പക്ഷേ വലിയ സങ്കടം എന്ന് പറയുന്നത് അർജന്റീനയുടെ ഈ രണ്ട് ഫോർവേഴ്സും ഗോളടിക്കുന്നില്ല. ഗോളടിക്കുന്നതെന്ന് വെച്ചാൽ ലൗട്ടാറോ മാർട്ടിനസ് പെനാൽറ്റിയാണ്. ഇതുവരെ രണ്ടുപേർക്ക് ഒരു താളം കണ്ടെത്താനായിട്ടില്ല. അതാണ് ഇനി പ്രശ്നം വരുന്നത്. മെസ്സിയെ പൂട്ടുകയാണെങ്കിൽ ആരത് ആ സ്ഥാനത്തേക്ക് വരുമെന്നായിരിക്കും നാളെ. കഴിഞ്ഞ മത്സരത്തിലൊക്കെ ലൗട്ടാറോ മാർട്ടിനസിന്റെ ഹുലിയൻ അൽവാരസിന്റെ ഒരു ഗോൾ ശ്രമം, ആ മെസ്സി അടിച്ച ഗോളൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നത്. അതായത് നാളെ കേപ്പ് വെർത്ത് എന്തായാലും മെസ്സിയെ പൂട്ടാൻ ഒരു പ്ലാൻ ഉണ്ടാവും. അപ്പൊ ആ പ്ലാൻ നടപ്പിലാവുകയാണെങ്കിൽ ആ സ്ഥാനം ഏറ്റെടുത്ത് ആര് കളിക്കും അതിനെ ആശ്രയിച്ചായിരിക്കും അർജന്റീനയുടെ ഒരു അറ്റാക്കിംഗ് ശൈലിയൊക്കെ വരും. അപ്പോൾ ആ മാച്ചിന്റെ റിസൾട്ട് തന്നെ ഒരു സ്വാധീനിക്കുന്ന ഒരു മെയിൻ ഘടകമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അർജന്റീനയുടെ പ്ലേയിങ് 11. എന്തായാലും ഇതിൽ രണ്ട് മാറ്റങ്ങൾ ഈ പ്ലേയിങ് 11 നിന്ന് ചിലർ തന്നെ പ്രവചിക്കുന്നുണ്ട്. അതായത് ലെഫ്റ്റ് ബാക്കിൽ മെഡീനയ്ക്ക് പകരം ടാഗ്ലിയാഫിക്കോയും, ഒപ്പം തന്നെ മുന്നേറ്റത്തിൽ ലൗട്ടാറോ മാർട്ടിനസിന് പകരം ഒരു പക്ഷേ ഹൂലിയൻ അൽവാരസും വന്നേക്കാം എന്നതാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഏതായാലും ഈ ടീമിനെ വെച്ച് കേപ്പ് വെർദെ പൂട്ടാൻ പറ്റില്ലേ? കടലാസിൽ
കേപ്പ് വെർദെ അർജന്റീന ഒരു താരതമ്യം എന്ന് പറയുന്നത് സാധിക്കുന്ന ലോക റാങ്കിൽ 1-ാം സ്ഥാനം, 67-ാം സ്ഥാനത്താണ് കേപ്പ് വെർദെ. ആദ്യ ലോകകപ്പാണ്. പക്ഷേ ഫുട്ബോളാണ്, 90 മിനിറ്റ് എന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് കടന്നു പോവുകയാണെങ്കിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളൊക്കെ കടന്നു പോകും. അപ്പോൾ ഒരു ഏകപക്ഷീയ ഒരു മത്സരം പ്രതീക്ഷിക്കുന്നില്ല. കേപ്പ് വെർദെ അവരുടേതായ കളി എന്തായാലും കളത്തിൽ സ്പെയിനെയും ഒപ്പം തന്നെ എളുപ്പത്തിൽ ജയിച്ചു കയറാൻ അർജന്റീനയ്ക്ക് സാധിക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.